നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഗ്രിമെൻറ്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തതിന് ശേഷം അർജൻറ്റീന ടീമിനെ അറിയിക്കുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്തു. ഗവൺമെൻറ് അപ്രൂവലെല്ലാം എടുത്തു. സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവൽ വേണമായിരുന്നു, അത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, അതെടുത്തു. കേന്ദ്ര സർക്കാരിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു, അതെടുത്തു. RBIൻ്റെ അപ്രൂവൽ വേണമായിരുന്നു, അതെടുത്തു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു, അതെടുത്തു. ഫിനാൻസിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു, അതെടുത്തു. അങ്ങനെയുള്ള വലിയ രീതിയിലുള്ളൊരു വർക്ക് ഇതിൻ്റെ പുറയിലുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങളും ഈ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനും നടത്തിയിട്ടുള്ള എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനെ അറിയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിനി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയിച്ചതിന് ശേഷം ഇനി എന്താണ് സംഭവിക്കുക? ഇനി അവർ ഡേറ്റ് തരും നമുക്ക്. ആ ഡേറ്റ് എന്ന് പറയുന്നത് 2 ബ്രേക്കാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. ആ 2 ബ്രേക്ക് എന്ന് പറയുന്നത്, ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 6 തുടങ്ങി 14 വരെയാണ്. ഈ വർഷം ഒക്ടോബർ 6 തുടങ്ങിയിട്ട് 14 വരെ, അത് 9 ദിവസമാണുള്ളത്. രണ്ടാമത്തെ ബ്രേക്ക് എന്ന് പറയുന്നത് 10 തുടങ്ങി 18 വരെ. 2 ബ്രേക്കാണ് ശരിക്കും ഫിഫ അംഗീകരിച്ച ഇത്. 2 ബ്രേക്കിനാണ് ഇവർക്ക് കളിക്കാൻ ഇൻ്റർനാഷണൽ കളിക്ക് വേണ്ടി സമയം കൊടുത്തിട്ടുള്ളത്. ആ 2 കളിയിലും ഏതെങ്കിലും ഒരു സമയം നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരും. അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്ത് ചെയ്യും? ഇപ്പോൾ ഉള്ള പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തു, അതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൺഫർമേഷൻ തരും. ആ കൺഫർമേഷന് ശേഷമാണ് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്.